യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ. സെക്രട്ടേറിയറ്റ് മാർച്ചിലെ അക്രമവുമായി ബന്ധപ്പെട്ടാണ് നടപടി. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഡാൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ഏറെ വിവാദമായ സെക്രട്ടേറിയറ്റ് മാർച്ചായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നവകേരള സദസ്സിനിടെയുണ്ടായ പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ച നടന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ ആ മാർച്ചിൽ പോലീസുകാർക്കടക്കം പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു പശ്ചാത്തലമായിരുന്നു അന്നുണ്ടായത്. അന്ന് ഉണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നേരത്തെ മുതിർന്ന നേതാക്കളെ അടക്കം പ്രതി ചേർത്ത് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടോൺമെന്റ് പോലീസ് പത്തനംതിട്ടയിൽ നിന്ന് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ കടുപ്പിക്കുകയാണ്. അന്ന് തന്നെ നിരവധി ആളുകളെ, അതായത് ഈ അക്രമത്തിൽ നേരിട്ട് ഉൾപ്പെട്ടു എന്ന് പറഞ്ഞ് നിരവധി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും പ്രതിപക്ഷ നേതാവ് അടക്കം ഇടപെട്ടുകൊണ്ടായിരുന്നു അവരുടെ അറസ്റ്റ് തടയുന്ന സാഹചര്യമുണ്ടായത്. അത്തരത്തിൽ വലിയ പോലീസും പ്രവർത്തകരും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ കടുപ്പിക്കുന്ന തരത്തിലേക്ക് പോലീസ് കടക്കുന്നത്. പത്തനംതിട്ടയിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വസതിയിൽ നിന്നാണ് രാഹുലിനെ കണ്ടോൺമെന്റ് പോലീസ് അല്പസമയം മുമ്പ് അറസ്റ്റ് ചെയ്തത് എന്ന സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഭവ്യ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ. സെക്രട്ടേറിയറ്റ് മാർച്ചിലെ അക്രമങ്ങളുമായി ബന്ധപ്പെട്ടാണ് നടപടി എന്നാണ് മനസ്സിലാക്കുന്നത്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് എന്താണ് കോൺഗ്രസ് പ്രതികരിക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടോ? സ്വാഭാവികമായും രാഷ്ട്രീയ പ്രതികരണമായി തന്നെ ഇത് മാറും. കാരണം രാഷ്ട്രീയമായി ഈ നടപടികളെ നേരിടാനുള്ള ഒരു നീക്കമായിരിക്കും പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുക. കേരളം മുഴുവൻ നവകേരള സദസ്സിന് ബദലായി പ്രചരണ ജാഥകളുമായി കോൺഗ്രസ് മുമ്പോട്ട് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതിനിടെയാണ് പാർട്ടിയുടെ യുവജന സംഘടനയുടെ അധ്യക്ഷനെ ഈ പാർട്ടി പരിപാടിയുടെ പേരിൽ, അല്ലെങ്കിൽ ഈ സർക്കാരിനെതിരായി സമരം ചെയ്തതിന്റെ പേരിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായി അത് രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കി ഉറപ്പായും പ്രതിപക്ഷം മാറ്റും. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരും മണിക്കൂറുകളൊക്കെ വരുമെന്ന് ഉറപ്പാണ്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും പ്രതിഷേധം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. എന്തായാലും കടുത്ത ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. കാരണം ഈ പ്രതിഷേധ സമരം നടന്ന ഇത്രയധികം ദിവസത്തിന് ശേഷം സംസ്ഥാന അധ്യക്ഷൻ അറസ്റ്റിലാകുമ്പോൾ അത് പെട്ടെന്നുള്ള ഒരു നടപടിയല്ല, അല്ലെങ്കിൽ കൃത്യമായ ആസൂത്രണത്തോടെ തന്നെയാണ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തുന്നത്. അത് ഒരുപക്ഷേ ഇപ്പോൾ റിജിൽ മാങ്കൂട്ടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാൻ, ദയവായി തുടരുക. ശ്രീ റിജിൽ മാങ്കൂട്ടി, എന്തായാലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. താങ്കൾ ഏത് തരത്തിൽ ഈ വാർത്തയോട് പ്രതികരിക്കുന്നു? ഇത് പിണറായി സർക്കാർ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്നാണ് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അറസ്റ്റ് കൊണ്ടൊന്നും ഭയപ്പെട്ടു പോകുന്ന പ്രസ്ഥാനമല്ല യൂത്ത് കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഷ്ട്രീയപരമായിട്ടാണ് തീർച്ചയായും ഈ ഒരു നടപടി സ്വീകരിച്ചിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാണ്. ഇപ്പൊ അദ്ദേഹത്തെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഒരു സമരം നടത്തിയതിന്റെ പേരിലാണ്, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി തെരുവിൽ കിടന്ന് സമരം നടത്തിയതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്, ഏകാധിപത്യമാണ്, പിണറായി വിജയന്റെ ധിക്കാരമാണ്, ധാർഷ്ട്യമാണ്. ഇതിനെതിരെ ശക്തമായ രൂപത്തിലുള്ള പ്രതികരണം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതിനെ സംബന്ധിച്ച് ഒരു തർക്കമില്ല. ഈ യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് കഴിഞ്ഞ ദിവസങ്ങളായതിനു ശേഷമുള്ള ഈ ഒരു അറസ്റ്റിനെ ഏത് തരത്തിൽ നോക്കിക്കാണുന്നു? കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായി എന്നാണോ നിങ്ങൾ ആരോപിക്കുന്നത്? തീർച്ചയായും ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് സഹപ്രവർത്തകരും അതുമായി ബന്ധപ്പെട്ട് അന്ന് അറസ്റ്റ് ചെയ്ത് അവര് ജയിലിൽ കിടന്നു, അവർക്ക് ജാമ്യം കിട്ടി അവർ പുറത്തിറങ്ങിയതിനു ശേഷമാണ്. ആ ഘട്ടത്തിലെല്ലാം രാഹുൽ തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ട്. പക്ഷെ ഇത് വളരെ കൃത്യമായ ഗൂഢാലോചന, പിണറായി സർക്കാരിനെതിരായി നിരന്തരമായിട്ടുള്ള പ്രതികരണവും അതോടൊപ്പം തന്നെ യുവജന രാഷ്ട്രീയ രംഗത്ത് ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു യുവജന നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പൊ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തില് അറസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് വായടപ്പിക്കാമെന്നാണ് പിണറായി വിജയൻ കരുതുന്നെങ്കിൽ അദ്ദേഹം തെറ്റിപ്പോവും. കാരണം അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിലും തെറ്റിപ്പോവും. ഈ പോലീസ് ഉൾപ്പെടെ പ്രത്യേകിച്ച് ഈ നാട്ടിനകത്ത് ഇത്തരത്തിൽ ഒരു സംസ്ഥാന അധ്യക്ഷനെ തന്നെ കസ്റ്റഡിയിലെടുത്ത് മുന്നോട്ട് പോകുന്നതിന്റെ നമുക്കറിയാൻ സാധിക്കും. ഈ സമരത്തിനോടും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പ്രതികരണം നടത്തുന്നവരെയും ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരൊക്കെ മിണ്ടാതെ വീട്ടിലിരിക്കും എന്നുള്ള ധാരണയാവാം. പക്ഷെ അതൊക്കെ തന്നെ വെറും മിഥ്യാധാരണയാണ്. ശക്തമായ രൂപത്തിൽ രാഹുലിനെ സംബന്ധിച്ചോളം ജയിലൊന്നും വലിയ പുത്തരിയല്ല. നിരന്തരമായ സമര പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് ഈ കേരളത്തിലെ യുവജന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ശക്തമായി കടന്നു വന്ന ഒരു ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് ഈ അറസ്റ്റ് കൊണ്ടൊന്നും അങ്ങനെ ഭയപ്പെട്ടു പോകുന്നില്ല എന്ന് ആഭ്യന്തര വകുപ്പ് പിണറായി വിജയന് വേണ്ടി കുടലുകുത്തുന്ന പോലീസുകാരും മനസ്സിലാക്കണം എന്നതാണ് പറയാനുള്ളത്.
ശരി ശ്രീ, വളരെ നന്ദി ശ്രീ റിജിൽ മാക്കുറ്റി ഒരു അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാലയോട് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് മാർച്ചിലെ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട നടപടി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മാർച്ച് കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷമുള്ള ഈ അറസ്റ്റിനെ എങ്ങനെ നോക്കിക്കാണുന്നു, എന്താണ് പറയാനുള്ളത്? സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്തരത്തിൽ മാർച്ച് നടത്തുക അല്ലെങ്കിൽ മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ മാർച്ച് നടത്തുക വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ പലപ്പോഴും ചെയ്യാറുള്ളതാണ്. അതിൽ ആ മാർച്ചിൽ സംഘർഷമുണ്ടായാൽ സംഘർഷം ഉണ്ടാകുന്നവരെയല്ല നേതൃത്വത്തിനെതിരെയാണ് കേസെടുക്കാറുള്ളതെന്നും യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇവിടെ ആ കേസെടുത്തതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ തെരഞ്ഞു പിടിച്ച് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ SFIയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ 48 കേസുണ്ട് എന്ന് നമ്മളാരുമല്ല പറഞ്ഞത്. സംസ്ഥാനത്തിന്റെ ഭരണത്തലവനായ ഗവർണർ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ആശ്രയ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്നില്ല? എത്രയോ DYFI നേതാക്കന്മാരുടെ പേരിൽ എന്തുമാത്രം കേസുണ്ട്? ഈ സംഭവത്തിന്, ഈ ഇൻസിഡന്റ് ഉണ്ടാകുന്നതിന് മുമ്പ് എത്രയോ തവണ സെക്രട്ടറിയുടെ മുന്നിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രതികളെ ആരെയും അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം പർട്ടിക്കുലറായിട്ട്? അപ്പോ ഇവിടെ രാഷ്ട്രീയമായി പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ്. ഇതുകൊണ്ടൊന്നും ഇത് അവസാനിക്കാൻ പോകുന്നില്ല. ഇത് തീർച്ചയായിട്ടും അവലോകിക്കേണ്ടത് തന്നെയാണ്. ഈ നവകേരള സദസ്സ് നടന്ന സമയത്ത് കേരളത്തിന്റെ ക്രമസമാധാന ചുമതല DYFI ഏറ്റെടുത്തൊരു സാഹചര്യമടക്കം നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഉണ്ടാവാത്ത ഒരു നടപടിയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെതിരെ ഉണ്ടായത് എന്നാണോ താങ്കൾ കരുതുന്നത്? ഞാൻ പറഞ്ഞത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ ആ സമരത്തിന് നേതൃത്വം നൽകി എന്നതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ സംസ്ഥാനത്ത് അറസ്റ്റ് ചെയ്യപ്പെടേണ്ട എത്രത്തോളം ആളുകൾ ഉണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ എല്ലാ നേതാക്കന്മാരുടെ പേരിലും നിരവധി കേസുകളുണ്ട്. അവരെയൊക്കെ അറസ്റ്റ് ചെയ്യട്ടെ. ആദ്യം അവരെയൊക്കെ അറസ്റ്റ് ചെയ്യേണ്ടില്ല. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം മാത്രം? അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് വ്യക്തിവിരോധം തീർക്കാനുള്ള അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണ ശേഷി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഒക്കെ സർക്കാരിനെ വല്ലാതെ ഭയപ്പെടുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് കൃത്യമായൊരു ഇടപെടൽ ആരുടെയൊക്കെയോ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണോ? പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ അർദ്ധരാത്രിയിൽ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഉറപ്പായും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, പി ശശി ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിനെ തുടർന്ന് തന്നെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ശരി, വളരെയധികം നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചു തരാം. എന്നാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നു. പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്നാണ് കന്റോൺമെന്റ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, കൃത്യമായി കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഇതൊരു ആസൂത്രണമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവിനെ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ സർക്കാർ ഭയപ്പെടുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അറസ്റ്റ്. ആ സമരത്തിൽ പങ്കെടുത്ത ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്തു? അതും അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി പാതിരാത്രിക്ക് അറസ്റ്റ് ചെയ്തു. അത് ഏത് തരത്തിലുള്ള നടപടിയാണെന്നുള്ള ചോദ്യങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. ഭവ്യ, ഒരു കാര്യം ഉറപ്പാണ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. സ്വാഭാവികമായും അന്ന് സമാനതകളില്ലാത്ത പ്രതിഷേധമായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. സെക്രട്ടേറിയറ്റിലെ സുരക്ഷാ ജീവനക്കാർക്ക് അടക്കം അന്ന് യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടയിൽ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കന്റോൺമെന്റ് SI ദിൽജിത്തിന് ശാരീരികം ഈ മുഖത്ത് പരിക്കേറ്റു. അല്ലെങ്കിൽ അത്തരത്തിൽ ഈ പ്രവർത്തകരും പോലീസും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുകയും പോലീസിന് നേരെ വലിയ കല്ലുകൾ വലിച്ചെറിയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് ദയവായി തുടരുക. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ, ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രശ്നത്തിന് വേണ്ടിയും അല്ലെങ്കിൽ സാമൂഹികമായ ഒരു കാര്യത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിൽ ഒരു പ്രധാനപ്പെട്ട യുവജന പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുന്നത് സാധാരണഗതിയിൽ കേരളത്തിൽ ഉണ്ടാകാറില്ല. ഇത് അറസ്റ്റ് ചെയ്യണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി അവർ ചെയ്യുന്നത് തന്നെയാണ് എന്നതാണ് എന്റെ വിശ്വാസം. സമരം നടത്താനുള്ള അവകാശമില്ലേ? വിയോജിക്കാനുള്ള അവകാശമില്ലേ? അതെല്ലാം ഭരണഘടനാ ദത്തമല്ലേ? അപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തിയെങ്കിൽ ഈ കേരള സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എത്രയോ ആയിരക്കണക്കിന് നേതാക്കന്മാർ സമരം നടത്തിയിട്ടുണ്ട്. അതിലൊന്നുമില്ലാത്തൊരു പ്രത്യേകത രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമായിട്ടെങ്കിലേ ഉണ്ടായത്. അപ്പൊ സ്വാഭാവികമായി ഇത് അറസ്റ്റ് ചെയ്യാൻ നേരത്തെ തന്നെ തീരുമാനമെടുത്ത് അടിച്ചമർത്തൽ നടപടികളുടെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. പൗരാവകാശങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി, പ്രതിഷേധിക്കുന്നവരെ വിരട്ടി നിർത്തുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നടപടിയെ
ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അതിനെ എല്ലാ അർത്ഥത്തിലും എതിർക്കുക തന്നെ ചെയ്യും. ഈ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടന്നിട്ട് ദിവസങ്ങളായി, അതിനുശേഷം ഇത്ര ദിവസങ്ങൾക്ക് ശേഷമുള്ള ഈ ഒരു അറസ്റ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ കൊണ്ടായിരിക്കുമോ? അതുകൊണ്ടല്ലേ ഞാൻ പറയണ്ട, നമ്മളുടെ സംസ്ഥാനത്തെ ഒരു പൊതുകാര്യം, ഒരു രാഷ്ട്രീയ സമരം, ആ രാഷ്ട്രീയ സമരത്തിന് യുവജന പ്രസ്ഥാനം മുന്നിട്ടിറങ്ങുന്നു. അതിന്റെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ അറസ്റ്റ് ചെയ്ത് അകത്ത് വെക്കണമെന്ന് പറഞ്ഞാൽ അടിച്ചമർത്തൽ സമരത്തിന്റെ ഒരു നടപടിയുടെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ജനാധിപത്യത്തിൽ അടിച്ചമർത്തിക്കൊണ്ട് ആർക്കെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുമോ? ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ തിരുവഞ്ചൂരിയർ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശബരിനാഥ് കൂടി നമുക്കൊപ്പം ചേർന്നുണ്ട്. ശ്രീ ശബരിനാഥൻ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, ഇത് ഈ സർക്കാരിന്റെ ഏറ്റവും മോശപ്പെട്ട നയങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. നമ്മൾ ഈ നോർത്ത് കൊറിയയിലെ കാണുന്നത് പോലെ അവർക്കെതിരെ പ്രതികരിക്കുന്ന ആളുകളെ അകാരണമായി അറസ്റ്റ് ചെയ്തുകൊണ്ടിടുക എന്നുള്ള കേരള സർക്കാരിന്റെ പിണറായിയുടെ അതേ തന്ത്രം തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, ഈ രാഷ്ട്രീയ വിഷയത്തിൽ, പൊതുവിഷയത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ തുടർച്ചയായിട്ടുള്ള സമരങ്ങൾ ഉണ്ടായിരുന്നു. ആ സമരത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഏകദേശം 40ഓളം യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ഏകദേശം 18-19 ദിവസം റിമാൻഡിൽ കിടന്ന് കഴിഞ്ഞ ദിവസമാണ് ആ സഹപ്രവർത്തകർ, പെൺകുട്ടികൾ അടക്കമുള്ളവർ, അവർക്ക് ബെയിൽ കിട്ടി വെളിയിൽ വന്നത്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തിയിരിക്കുക. അത് എങ്ങോട്ടാണ് ഈ കേരളം പോകുന്നതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ആരെയൊക്കെ അറസ്റ്റ് ചെയ്താലും എന്തൊക്കെ ചെയ്താലും യൂത്ത് കോൺഗ്രസും പാർട്ടിയും അതിന്റെ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല. എല്ലാ തരത്തിലുള്ള നിയമസംരക്ഷണവും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുലിന് കോൺഗ്രസും പാർട്ടിയും നൽകുന്നതായിരിക്കും. എന്തായാലും ഒരു അറസ്റ്റ് കൊണ്ട് തളരുന്ന ആളുകളല്ല യൂത്ത് കോൺഗ്രസ് എന്നുള്ള കഴിഞ്ഞ കാലത്തെ സമരങ്ങളിലൂടെ കണ്ടതാണ്. കൂടുതൽ ശക്തമായി തന്നെ നമ്മൾ നിയമസംരക്ഷണമായി തന്നെ മുന്നോട്ട് പോകും. ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനെ തന്നെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ ഇനിയുള്ള കോൺഗ്രസിന്റെ നടപടികൾ, യൂത്ത് കോൺഗ്രസിന്റെ നടപടികൾ ഏത് തരത്തിലായിരിക്കും? പ്രതിഷേധത്തിനുള്ള നിയമപരമായിട്ട് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക തന്നെ ചെയ്യും. അത് മാത്രമല്ല, അതിനുള്ള കാരണവും എന്ത് കാരണത്തിലാണ് അറസ്റ്റ്, അദ്ദേഹം വളരെ ശക്തമായ തന്നെ പൊതുപ്രവർത്തനങ്ങൾ നടത്തിപ്പോകുന്ന ഒരാളാണ്. അതുപോലെ ചോദ്യം ചെയ്യാനാണെങ്കിൽ ഇന്നലെ തന്നെ വിളിക്കാമായിരുന്നു. ഇന്നലെ കൊല്ലമടക്കമുള്ള സ്ഥലങ്ങളിൽ വളരെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. വളരെ ആക്റ്റീവായിട്ട് എല്ലാ ദിവസവും കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും പോകുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ കേരളത്തിൽ പോലീസിനും കേരള സർക്കാരിനും മുന്നോട്ട് പോകാൻ കഴിയില്ല. ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകും. ആ പ്രതിഷേധത്തോടൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള സംരക്ഷണങ്ങൾ നമ്മൾ നൽകുകയും ചെയ്യും. ശരി, വളരെയധികം നന്ദി ശ്രീ ശബരിനാഥൻ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചിരുന്നാലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്നാണ് കന്റോൺമെന്റ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്താനുള്ള തീരുമാനമാണ് സർക്കാരിന്റെതെന്നാണ് ഇപ്പോൾ പ്രതികരിച്ച കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം പറയുന്നത്. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ